കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരമാവുന്ന പേര് രണ്ടുപേരുടെയാണ്. ഒന്ന് രേണുവിൻ്റെയും അതോടെ തന്നെ ഒന്ന് കിച്ചുവിൻ്റെയാണ്. അതിന് കാരണം ഉണ്ടെങ്കിൽ മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഇത് കണക്ക് രേണുവിന് അസുഖമായിട്ട് ഒരുപാട് പേരുണ്ട്. ഇത് കണക്ക് രേണുവിനെ വിളിക്കുക, അതോടെ തന്നെ നല്ലതായിട്ട് വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാതിരുന്നത് ഇതുവരെ കിച്ചു മാത്രമേ ഉള്ളൂ. സോ ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് കിച്ചു എന്താ ഇങ്ങനെ ചെയ്യാത്തതെന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഞാൻ പോയി കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്, ആ വിഷമം ഞാൻ തീർത്ത് കൊടുത്തോളാം, പോയി കാണാമെന്നുള്ള രീതിയിലൊരു വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിച്ച ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യമില്ല. അപ്പോൾ അവന് പോയി കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട, അതിനുണ്ടെങ്കിൽ ആൾക്കാർ ഇത് കണക്ക് പറയുന്നതെന്ന് പറഞ്ഞ് അതിൽ പോയി കാണാമെന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ആ സമയത്താണ് രേണു ഉണ്ടെങ്കിൽ ഇത് കണക്ക് പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്കുണ്ടെങ്കിൽ അവൻ വന്ന് കണ്ടിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എന്തായിരുന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഒരു കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഭയങ്കര വഷളാവുന്നത്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് കണക്ക് പോകാത്തതെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് കണക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനാഗ്രേഷന് അതോടെ തന്നെ വേറെ രീതിയിലൊക്കെ പൈസ കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ മതിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും രേണു കേട്ടില്ലെന്നുള്ള രീതിയിലായിരുന്നു കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും അതിന് മറുപടി എന്നുള്ള രീതിയിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കണക്ക് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകുന്ന കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കിച്ചുവിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലതെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് പൈസ കിട്ടിയതും അതോടെ തന്നെ ഞാൻ ദുബായിൽ നിന്ന് പോയി പൈസ കിട്ടിയതും അതിൻ്റെയൊക്കെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാൻ കിച്ചുവിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം കൊണ്ട് ഇതിനകത്തുള്ള കാര്യം ചെയ്യുമെന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു രേണു എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്.